സർ സെയ്ദ് കോളേജിനും അത് നടത്തിക്കൊണ്ടുവരുന്ന മാനേജ്മെൻറ്റിനെതിരെയും നടന്നു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അലിപറമ്പ് സർ സെയ്ദ് കോളേജ് 1967 വടക്കേ മലബാറിലെ അലിപ്പറമ്പ് എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി മുന്നോക്കം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോളേജ് പ്രവർത്തിച്ചു വന്നത്. 1967 കോളേജ് സ്ഥാപിക്കുമ്പോൾ ഈ കോളേജിനാവശ്യമായ സ്ഥലം അന്നത്തെ CDMA പ്രസിഡൻറ്റ് ജസ്റ്റിസ് വി ഖാലിദ് സാറ് തളിപ്പറമ്പ് ജമാഅത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ജമാഅത്ത് കമ്മിറ്റി വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിക്കുകയും വഖഫ് ബോർഡ് സെക്രട്ടറി വന്ന് പരിശോധിച്ചതിൻ്റെ ഫലമായി 25 ഏക്കർ സ്ഥലം ചാർത്താധാർ പ്രകാരം ലീസിന് CDMAക്ക് സർ സെയ്ദ് കോളേജ് നടത്തുന്നതിന് വേണ്ടി തന്നതാണ്. അത് എല്ലാ കാലത്തും സർ സെയ്ദ് കോളേജും മാനേജ്മെൻറ്റും ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ സ്ഥലം തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് യാതൊരു വിധത്തിലും കോളേജോ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോ വ്യതിചലിച്ചിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള ഒരു റിട്ടുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കോളേജിൻ്റെ സ്ഥലം ജമാഅത്ത് പള്ളിയല്ല എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ ആ റിട്ടിൽ എല്ലാ സ്ഥലത്തും 3 സ്ഥലങ്ങളിലായി വളരെ കൃത്യമായിട്ട് ഈ ചാർത്താധാരം 1967 തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി കമ്മിറ്റിയിൽ നിന്നും കോളേജിനും സർ സെയ്ദ് മാനേജ്മെൻറ്റിനും തന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജിൻ്റെ പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികളുടെ എതിർപ്പുകൾ ഈ സ്ഥാപനത്തിനുണ്ടായിട്ടുണ്ട്. അവർ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.